ഹായ് എവരിവൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഫാത്തിമാസ് കിച്ചൺ. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു പുതിയ റെസിപ്പി ആയിട്ടാണ്. വളരെ പെട്ടെന്നും വളരെ ചിലവ് കുറഞ്ഞതുമായ ഒരു കക്കയിറച്ചി ബിരിയാണിയാണ്. നമുക്കിനി വീഡിയോയിലേക്ക് പോവാം. ഇതിലേക്കായിട്ട് 2 സവാള വളരെ കനം കുറച്ച് അരിഞ്ഞിട്ട് വളരെ കുറച്ച് ഉപ്പും ചേർത്ത് നന്നായിട്ട് എരടി ചൂടായിരിക്കുന്ന ഓയിലിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്ത് കോരിയെടുക്കാം. 25 ഗ്രാം കാഷ്നട്ടും അതേപോലെ തന്നെ 25 ഗ്രാം കിസ്മസ് കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് രണ്ടും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. അത് ആവശ്യത്തിന് കൂട്ടവും കുറയ്ക്കുകയോ ചെയ്യാം. കുറവ് ചേർത്തുകൊണ്ടും കുഴപ്പമൊന്നുമില്ല. ഒന്ന് ഫ്രൈ ആക്കി എടുത്തതിന് ശേഷം 2 തണ്ട് കറിവേപ്പിലയും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി കോരിയെടുക്കാം. അതും ഫ്രൈ ആക്കി എടുത്തതിന് ശേഷം മിക്സ് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ബിരിയാണിയിലേക്കുള്ള റൈസ് റെഡിയാക്കാൻ വേണ്ടി പെട്ടെന്ന് നോക്കാം. അത് കുക്കറിലാണ് ഇന്ന് വെക്കുന്നത്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ പെരുംജീരകവും 2-3 ഏലക്കയും 1 പീസ് പട്ടയും 1 ബേ ലീഫും എല്ലാം കൂടി ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം 1 കപ്പിന് 1.5 കപ്പ്, 1 കപ്പ് റൈസാണ് എടുക്കുന്നത്. അതിന് 1.5 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തുകൊണ്ട് ഒന്ന് തിളയ്ക്കട്ടെ. അതിനുശേഷം കഴുകി വെച്ചിരുന്ന അരിയും ചേർത്ത് കൊടുക്കാം. കുക്കറൊന്ന് അടച്ച് വെച്ചിട്ട് 1 വിസിലടിക്കുമ്പോഴേക്കും നമുക്കതൊന്ന് ഓഫ് ചെയ്യണം. ഓഫ് ചെയ്തതിന് ശേഷം 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും എയറെല്ലാം കളഞ്ഞിട്ട് അതൊന്ന് മാറ്റി വയ്ക്കാം. ഇതിലേക്ക് നമ്മളെടുക്കുന്ന കക്കയിറച്ചി 1/4 കിലോനാണ്. 1/4 കിലോ കക്കയിറച്ചി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കുറച്ചുകൂടി മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തുകൊണ്ട് 1 ടീസ്പൂൺ കോൺഫ്ലവർ പൗഡറും കൂടെ ചേർത്ത് കൊടുത്തുകൊണ്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കണം. അതിനുശേഷം ഫ്രൈ ചെയ്യാനുള്ള ഓയിലെടുത്ത് ചൂടായിട്ടുണ്ട്. അതിലേക്ക് കുറേശ്ശെ കക്കയിറച്ചി ഇട്ട് കൊടുത്തുകൊണ്ട് ഫ്രൈ ചെയ്തൊന്ന് കോരിയെടുക്കാം. ഫ്രൈ ചെയ്യുമ്പോൾ കക്കയിറച്ചി ഓയിലിലേക്ക് ഇടുമ്പോഴേക്കും ഫ്ലെയിം ഒന്ന് സ്ലോ ആക്കുകയും വേണം. ഒന്ന് മൂടി വെച്ചിട്ട് വേണം കക്കയിറച്ചി ഒന്ന് ജസ്റ്റ് ഒരു 2 മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം മാത്രം തുറന്നിട്ട് ഇളക്കി കൊടുത്ത് ഫ്രൈ ആയി വന്നതിന് കോരിയെടുക്കാം. അതേ ഓയിലിൽ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂണ്, 3 സവാള ചെറുതായി അരിഞ്ഞു വെച്ചത്, 5 പച്ചമുളക് ചതച്ച് വെച്ചത് എല്ലാം കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം അതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തോണ്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരുന്ന തക്കാളി കൂടി 2 ഉണ്ട്, അതും കൂടെ ചേർത്ത് കൊടുത്തുകൊണ്ട് നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. നല്ലതുപോലെ വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ട് ഫ്രൈ ആക്കി വെച്ചിരുന്ന കക്കയിറച്ചി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. നല്ലതുപോലെ മിക്സ് ആക്കിയതിന് ശേഷം അതിലേക്ക് വറുത്ത് വെച്ചിരുന്ന അണ്ടിപ്പരിപ്പ്, കിസ്മസ്, സവാള എല്ലാം കൂടിയുള്ള മിക്സ് 1 പിടിയെടുത്ത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് മല്ലിയിലയും പുതിനയും കൂടെ അരിഞ്ഞു വെച്ചത് അതും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കിയതിന് ശേഷം ഇറക്കി വയ്ക്കാം. അങ്ങനെ നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് പിഴിഞ്ഞ് വെച്ചിരുന്ന ഒരു ചെറുനാരങ്ങ നീരും ഒഴിച്ചു കൊടുത്തുകൊണ്ട് 1 ടീസ്പൂൺ നെയ്യും ചേർത്ത് കൊടുത്ത് 1 ടീസ്പൂൺ മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്നത് മാറ്റി വയ്ക്കാം. മാറ്റി വെച്ചതിന് ശേഷം ഇതേ കുക്കറിൽ തന്നെ നമുക്ക് ദം ചെയ്യാൻ തുടങ്ങാം. മസാല ആദ്യമേ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് നിരത്തിയതിന് ശേഷം അതിലേക്ക് റൈസും കുറേശ്ശെ
ഇട്ട് കൊടുക്കാം. റൈസും ചേർത്ത് കൊടുത്തതിന് ശേഷം ഫ്രൈ ആക്കി വെച്ചിരുന്ന മിക്സും കൂടി കുറേശ്ശെ വെതറി കൊടുത്തുകൊണ്ട് നമുക്കതിൻ്റെ മുകളിലോട്ട് ലെയറായിട്ട് മസാലയും റൈസും വെച്ച് കൊടുത്തിട്ട് കുക്കർ അടച്ച് ദമ്മിന് വെക്കാം. ഒരു 15 മിനിറ്റ് 20 മിനിറ്റോളം ദം ചെയ്തതിന് ശേഷം സെറ്റ് ചെയ്യാം. കുക്കറിൽ ദം ബിരിയാണി ചെയ്യുന്നതിൻ്റെ രീതി കഴിഞ്ഞ ബീഫ് ബിരിയാണിയുടെ വീഡിയോയിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ കക്കയിറച്ചി ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.